ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. എന്തെന്നാൽ ആ വീഡിയോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നു. കാരണം ബഹുമാനപ്പെട്ട പാസ്റ്റർ അനിൽക്കുടിത്തോട്ടം ഒരു പ്രസംഗം നടത്തി. അതിന് ഈ ഹൈന്ദവ സമുദായത്തിലുള്ള ചില ഡോക്ടർമാർ, അപ്പം അത് ഏത് ഡോക്ടർമാരാണെന്നൊന്നും നമുക്കറിയത്തില്ല. ആ ഡോക്ടർമാർ ഡോക്ടറാണെന്നും പറഞ്ഞുള്ള പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒറിജിനലാണോ വ്യാജനാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഈ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ 2-3 ഇടത്ത് പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആധികാരികതയും അതിനെക്കുറിച്ചുള്ള ഡോക്ടറേറ്റ് എങ്ങനെ കിട്ടിയെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും നിങ്ങൾ ആ ഡോക്ടറേറ്റ് ചോദ്യം ചെയ്തായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംസ്കൃത പാണ്ഡിത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കണം. ബഹുമാനപ്പെട്ട അനിൽക്കുടിത്തോട്ടം ഏതാണ്ട് വൻ തെറ്റ് ചെയ്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അപ്പോൾ അനിൽക്കുടിത്തോട്ടത്തിനെ അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നതല്ല ഈ അനിൽക്കുടിത്തോട്ടം പറയുന്നതല്ല ഇദ്ദേഹം പറയുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ നമുക്കൊന്ന് കേട്ടും ശ്രവിച്ചും നമുക്കതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിലയിരുത്തേണ്ടി വരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ ലോജിക്കുകളൊക്കെ തീരെ കുറവാണ്. കാരണം നമ്മുടെ രാജ്യം ഇവിടുത്തെ അബ്രാഹ്മണരും പിന്നോക്കക്കാരും ദലിതനുമൊക്കെ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അനിൽക്കുടിത്തോട്ടം സംസാരിച്ചപ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല, അനുഭവങ്ങളൊന്നും ഇല്ല, ഏതാണ്ട് വലിയ പുണ്യപുരാണങ്ങൾ, വലിയ ഏതാണ്ട് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ പിതാക്കന്മാർ അവരുടെ അനുഭവ വ്യവസ്ഥകളും ഒക്കെയും നമ്മളോട് കൃത്യതയാർന്ന രീതിയിൽ നമുക്ക് ചരിത്രപരമായിട്ടും നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നുമല്ല ഇദ്ദേഹം പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഏത് വ്യവസ്ഥയിലാണ് ഇത്രയും സംസ്കൃതത്തിൽ പാണ്ഡിത്യം ലഭിച്ചതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം സംസാരിക്കാം. ആദ്യത്തെ എനിക്കിത് ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മൊത്തം ചെയ്തിട്ട് അത് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായത്. പക്ഷേ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമുക്കവിടെ വീഡിയോ ക്ലിപ്പായിട്ട് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളൊക്കെ ഇത് തപ്പിപ്പിടിച്ച് കണ്ട് ഏത് ചാനലാണെന്നൊക്കെ ഞാനിവിടെ ഈ ചാനലിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ചാനൽ അത് നിങ്ങൾ പോയി കണ്ട് അത് ശ്രവിച്ചതിന് ശേഷം നമ്മൾ വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചെറിയ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ ഇടാം. പറയാൻ തന്നെ അറിഞ്ഞുകൂടായിരുന്നു. സ്വസ്തി പ്രജാഭ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ലാതെ ആദ്യം തന്നെ സ്വസ്തി പ്രജാഭ്യ എന്നാണ്. പ്രജാഭ്യാം എന്ന് പറഞ്ഞാലും പ്രജാഭ്യ എന്ന് പറഞ്ഞാലും വളരെ വ്യത്യാസമുണ്ട് സംസ്കൃതത്തിൽ. സ്വസ്തി പ്രജാഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രജകൾക്കും സ്വസ്തി ഉണ്ടാകട്ടെ, മംഗളം ഉണ്ടാകട്ടെ. എല്ലാ പ്രജകൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർക്കൊക്കെ പറയാറുണ്ട്, നമ്പൂതിരി തൊട്ട് നായാടി വരേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരുമാണ്. അതടക്കമുള്ള എല്ലാ ആളുകൾക്കും മംഗളമുണ്ടാകട്ടെ, സ്വാഭാവികമായ ഒരു മംഗളമുണ്ടാകട്ടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വസ്തി പ്രജാഭ്യ എന്നാണ്, പ്രജാഭ്യാം എന്നല്ല. രണ്ടാമത് പറയുന്നത് ന്യായേന മാർഗേണ മഹീശാഹ പരിപാലയന്താം. ന്യായമായ മാർഗത്തിലൂടെ, ന്യായമനുസരിച്ച് സാധുവായതാണ് ന്യായം. രണ്ട് യകാരമുണ്ട് അവിടെ. ന്യായമായ മാർഗത്തിലൂടെ രാജാക്കന്മാർ ജനങ്ങളെ ഭരിക്കട്ടെ. അപ്പൊ 2 തരത്തിലുള്ള മംഗളമാണ് പറഞ്ഞത്. ഒന്ന് സ്വാഭാവികമായ ഒരു മംഗളം, രണ്ടാമത്തേത് നല്ല ഭരണത്തിലൂടെ ഉണ്ടാകുന്ന മംഗളം. 2 മംഗളം. പിന്നെയാണ് പറയുന്നത് ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. എന്നും ഗോബ്രാഹ്മണേഭ്യ, ഗോക്കളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ എന്നാണ്. അപ്പൊ അവിടെ ഒരു വിഭക്തിയുടെ പ്രശ്നമുണ്ട്. ഗോബ്രാഹ്മണേഭ്യ എന്നുള്ളത് ചതുർത്ഥിയാണെന്ന് ചിലരും, എന്നാൽ അത് പഞ്ചമിയാണ് എന്ന് യാഥാർത്ഥ്യബോധമുള്ളവരും പറയും. അപ്പൊ ചതുർത്ഥിയിൽ പറഞ്ഞാൽ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും എന്നാണ് അർത്ഥം. പക്ഷേ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം പറയുന്നത് മനുസ്മൃതിയിൽ അനിൽക്കുടിത്തോട്ടം
അപരാധമായിട്ട് ഏതോ ചാതുർവർണ്ണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മനുസ്മൃതിയെക്കുറിച്ചോ ഏതാണ്ട് തെറ്റായ രീതിയിലാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മനുസ്മൃതിയിലെ സംസ്കൃതം പോലും ഉച്ചരിക്കാൻ അറിയത്തില്ല. ശരിയാണ്, അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനല്ല, പക്ഷേ അത്യാവശ്യത്തിന് അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് കൂടി അദ്ദേഹത്തോട് നമ്മൾ ഈ ഡോക്ടറോട് നമ്മൾ പ്രത്യേകം പറയുന്നു. അദ്ദേഹത്തോട് ബഹുമാന പുരസ്സരം കാരണം അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ അത്രയും കാരണം അറിവില്ലാഴിക അല്ല, ആ ഒരു ബലഹീനതയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ ഒന്നും അറിവില്ലായ്മ. പക്ഷെ നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളതിൽ ഏതെങ്കിലും ഒരു MBBS ആയിരിക്കാം, അല്ലെങ്കിൽ PhD ആയിരിക്കാം, അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ആ വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കാം നിങ്ങൾക്ക് ഡോക്ടറേറ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ആയത്. അതിന് ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സഹോദരൻ എൻ്റെ പേര് ഡോക്ടർ ഫ്രാൻസിസ് എന്നാണ്. ആ പേര് തന്നെ ഒറിജിനലാണോ അതോ മറ്റ് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം വെറുപ്പിക്കാനുള്ള ആ പേര് സ്വീകരിച്ചതാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അദ്ദേഹം ആരാണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കേൾക്കുന്നത്. അദ്ദേഹം ആരുമായിക്കോട്ടെ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ കാണുന്നു. മനുസ്മൃതിയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അനിൽ കൊടിത്തോട്ടം എന്താണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ അതായത് സ്വസ്തി പ്രജാപിയഹാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസ്കൃതം വലിയ ഉച്ചാരണ ശൈലിയൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും വലുതായിട്ട് കടക്കുന്നില്ല. കാരണം നമുക്ക് കടക്കാൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നാം കേട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നതിനകത്ത് യാതൊരു തെറ്റുകളും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ന്യായമായ മാർഗത്തിൽ കൂടി ബ്രാഹ്മണൻ ഭരിക്കും, ന്യായമായ രീതി. അതിനകത്ത് യാതൊരു ലോജിക്കും കാണുന്നില്ലല്ലോ സുഹൃത്തെ, എൻ്റെ ഡോക്ടറെ. ഈ ന്യായമായ രീതി എന്ന് ആർക്കാണ് പറഞ്ഞിരിക്കുന്നതെന്നൂടെ ഡോക്ടർ അത് പറയേണ്ടതല്ലേ? ഇവിടെ ചാതുർവർണ്ണയത്തിനുള്ളിൽ നിന്നാണോ അതോ ചാതുർവർണ്ണയത്തിന് പുറത്ത് നിന്നാണോ എന്നും കൂടി ഡോക്ടർ അത് ആ വേദിയിൽ അത് പറയണമായിരുന്നു. ഡോക്ടർ താങ്കൾ പറയുമ്പോൾ അനിൽ കൊടിത്തോട്ടം ഒരു അറിവില്ലാഴിക ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കാണ് അറിവില്ലാഴിക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏക കാരണം നിങ്ങൾ ഏത് വ്യവസ്ഥ എല്ലാ പ്രജകൾക്കും ബ്രാഹ്മണരിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാവണം. എല്ലാ പ്രജകളും ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ അതായത് മനുസ്മൃതി പ്രകാരം എൻ്റെ ഡോക്ടറെ മനുസ്മൃതി പ്രകാരം ഇവിടെ 4 ജനവിഭാഗങ്ങളെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് ഡോക്ടർ ആദ്യം നിന്ന് മനസ്സിലാക്കുക. അത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം മനുസ്മൃതി പ്രകാരം ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. അപ്പം ഡോക്ടർക്ക് അത് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബ്രാഹ്മണൻ തലയിൽ നിന്നുണ്ടായി, വൈശ്യൻ നെഞ്ചിൽ നിന്ന്, ശൂദ്രൻ കാൽപാദത്തിൽ നിന്നൊക്കെ ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദൈവം അവൻ്റെ ദൈവത്തിൻ്റെ തലയിൽ നിന്ന്, നെഞ്ചിൽ നിന്ന്, അരയിൽ നിന്ന്, കാൽപാദത്തിൽ നിന്ന്, ഇങ്ങനെ 4 വിഭാഗങ്ങളെ മാത്രമേ ഇവിടെ ഹിന്ദുക്കളാക്കി എടുത്തിട്ടുള്ളൂ. ഈ പ്രജകൾക്കാണ് മനുസ്മൃതിയിലും ഒക്കെ പറയുന്ന ബ്രാഹ്മണരുടെ കെട്ടുകഥകളൊക്കെ ഇങ്ങോട്ട് ഞങ്ങളോടത്ത് അടിച്ചിറക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടികജാതിക്കാരനും ദലിതനും പിന്നോക്കക്കാരനും ന്യൂനപക്ഷക്കാരനും ഒന്നും ഇത് വിശ്വസിക്കണമെന്നൊന്നും ഇല്ല എന്ന് താങ്കളായ ഡോക്ടറോട് ഞങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരികയാണ്. അപ്പം താങ്കൾക്ക് അതിനുള്ള മറുപടി കിട്ടിയേക്കാണും. പിന്നെ അടുത്ത ഒരു ബ്രാഹ്മണായ, അതായത് അനിൽ കൊടിത്തോട്ടം പറഞ്ഞത് പശുവിനും ബ്രാഹ്മണർക്കും സന്തോഷവും സൗഖ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലോകത്തിന് സുഖം കിട്ടുമെന്നാണ് അനിൽ കൊടിത്തോട്ട സംസ്കൃത ഭാഗം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞത്. അത് അദ്ദേഹം അതിനകത്ത് ഏതാണ്ടൊക്കെ ക്ലോസും ഹബ്ബും ഒക്കെ വെച്ച് അയാൾ സംസാരിക്കുന്നത് കേട്ട്. എൻ്റെ സുഹൃത്തെ, അതുതന്നെയാണ് ഇവിടെ നടന്നതും. നിങ്ങളിനി എത്രയൊക്കെ തിരുത്തി പറയാൻ പോയി കഴിഞ്ഞാലും ഈ അതിനകത്തെ ക്ലോസ് ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. കാരണം ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ പൂർവികരും പിതാക്കന്മാരും ഇവിടുത്തെ ചാതുർവർണ്ണയത്തിന് പുറത്ത് നിന്ന അവർണ്ണരും എല്ലാം അനുഭവിച്ച കാര്യങ്ങളാണ്
അനിൽ കൊടിത്തോട്ടം പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ മനുസ്മൃതി ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞാലോ അല്ല പുതിയ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാലും ഒന്നും ഞങ്ങളതിനെ വിശ്വസിക്കുകയോ അതിനെ ഉൾക്കൊള്ളുകയോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇവിടുത്തെ ഹൈന്ദവരായ ജനങ്ങൾ 1930, ഞാനിത് പല പ്രാവശ്യം പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1932 ശേഷം, അതായത് പിന്നെ മഹാത്മാഗാന്ധി ഇവിടുത്തെ ഹിന്ദുക്കൾ ആരാണെന്ന് ഇവിടുത്തെ ബ്രിട്ടീഷുകാരോട് ഒരു പട്ടിക ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ പൂർണ്ണമായിട്ടും കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻസിൻ്റെ ജനസംഖ്യ കണക്കെടുത്തപ്പോൾ, അതായത് സെൻസസ് എടുത്തപ്പം ഇത്ര പേര് ഇങ്ങനെ വിശ്വാസത്തിലുള്ള ക്രിസ്ത്യൻസ്, പിന്നെ ഇവിടുത്തെ ബുദ്ധമതക്കാർ ഇത്ര പേരുണ്ട്, ജൈനമതക്കാർ ഇത്ര ആൾക്കാരുണ്ട്, ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ ഇത്രയുണ്ടെന്നൊക്കെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ പിന്നെ സെൻസസ് എടുത്ത് അത് രാജ്യം നമ്മളെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിൽ, ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് സെൻസസ് എടുക്കുകയും അതിനെ കൂടെ അനുബന്ധിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾ എത്ര കൂട്ടരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അവർണനോ ദലിതനോ പട്ടികജാതിക്കാരനോ പിന്നോക്കനോ ഒന്നും ആ ഹിന്ദു എന്ന കൺസെപ്റ്റിൽ വരാത്തത് കൊണ്ടാണ് 1932 ശേഷം ഒരു രാത്രി നേരം വെളുത്തപ്പോഴത്തേക്കും ഈ ഇവിടുത്തെ ബുദ്ധനും ജൈനനും ഈ ദലിതനും പട്ടികജാതിക്കാരനും ഒക്കെ ഒറ്റ രാത്രി നേരം വെളുത്ത് ഇരുട്ടിയപ്പോൾ അവർ പോലും അറിയാതെ ഹൈന്ദവരായ ചരിത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതായത് 1932 ആ വർഷത്തിന് ശേഷമാണ് ഇവിടുത്തെ ഹൈന്ദവരെല്ലാവരും ഒന്നിച്ച് അങ്ങനെ വന്നത്. അതിന് കാരണം പലതാണ്. അത് മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ടാണ് അതിനോട് കൂടുതൽ ഞങ്ങൾ കാര്യം പറയാൻ പറ്റാത്തത്. കാരണം അത് വേറൊരു ചർച്ചയായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാം വീണ്ടും. ഇദ്ദേഹം പറയുന്ന ബ്രാഹ്മണനും സ്വസ്ത്യ പ്രജാഭ്യഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹായ് എന്ന് പറഞ്ഞാലും ഈ എന്ന് പറഞ്ഞാലും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ട് നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കണമെന്നില്ല. ഞങ്ങൾക്ക് അറിവുള്ള ആൾക്കാർ ഞങ്ങളോട് പറയുമ്പോഴാണ് ഞങ്ങളത് വിശ്വസിക്കുന്നത്. അല്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ബ്രാഹ്മണ കുലത്തിലോ അല്ലെങ്കിൽ ക്ഷത്രിയ ഈ ദൈവം നേരിട്ട് വന്ന് ഇറക്കി ഉണ്ടാക്കിയ 4 ജാതിക്കാർ ഞങ്ങളെ ഈ സംസ്കൃതവും കാര്യങ്ങളും ഒക്കെ നേരത്തെ പഠിപ്പിക്കണമായിരുന്നു. അതൊന്നും പഠിപ്പിക്കാതെ നിങ്ങളിപ്പം വന്ന് പറയുക അത് അങ്ങനെയായിരുന്നു അത് ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാനേ യാതൊരു താല്പര്യവും ഇല്ല. ഇനി അത് അങ്ങനെ തന്നെ ആയാലും ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നത്? നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്നൊരു നിങ്ങളെ കൊണ്ടത് ചെയ്യുക. പിന്നെ അദ്ദേഹം പറയുന്നത് കേട്ടോ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടോ. കാരണം ഇത് ഒരു വലിയ വീഡിയോ ആയി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചെറിയ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഈ ഭാഗത്തിൻ്റെ ആ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമാണ്. അദ്ദേഹം സതിയെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യം നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ ഏതാണ് സത്യസന്ധമായിട്ട് ഉചിതമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് നടമാടിയത് എന്താണെന്നും ഇദ്ദേഹം പറയുന്നത് എന്താണെന്നും നമ്മൾ ശ്രമിക്കുക. ഈ കുറേ സംഘപരിവാർ സംഘികൾ എവിടെന്നെങ്കിലും കുറച്ച് ഇറക്കുമതി വിദ്യകൾ ഇങ്ങോട്ടിറക്കും, നമ്മളത് വിശ്വസിക്കണമെന്ന ഇവരുടെ ധാരണ. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതൊന്നും അത്ര വിലപ്പോകുന്ന കേസ് കേട്ടൊന്നുമല്ല. അത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. കാരണം അത് നിങ്ങളുടെ കൈവശം അങ്ങ് വെച്ച് അത് നിങ്ങളങ്ങ് ഉപയോഗിക്കുക. പിന്നെ അടുത്തത് നിങ്ങൾ കേൾക്കുക, ഈ സതിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം പറയുന്നത്. അത് നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാം. ആ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറയാൻ ഒരു കാര്യം വിട്ടുപോയത് കൊണ്ടാണ് ഞാനതിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണർക്കും പശു ഏതാണ്ട് വലിയ സമ്പത്തായിരുന്നു. ഇവിടുത്തെ പശു ആർക്കാണ് സുഹൃത്തെ സമ്പത്തായെന്നുകൂടെ നിങ്ങളത് വിവരിക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ ഈഴവർക്കായിരുന്നു അന്ന് ആ സമയത്ത് ഇവിടുത്തെ പശുക്കളെ മേയിച്ചതും വളർത്തിയതുമൊക്കെ ഈഴവരുമല്ല, ശൂദ്രരാണ് അതിൻ്റെ കർമ്മഫലങ്ങൾ മൊത്തം അനുഭവിച്ചത്. അപ്പോൾ അവർ തൊട്ട് മേളിലോട്ടുള്ളവർക്കാണ് ഈ പശുവിനെക്കുറിച്ചുള്ള സ്വത്തും സമ്പത്തും ഒക്കെ. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വത്തും സമ്പത്തും ഒക്കെ ആർക്കാണെന്നും എവിടെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങളത് ഇതിനകത്ത് നിങ്ങൾ സ്പഷ്ടമായിട്ട് ഞങ്ങളെ പറഞ്ഞത് മനസ്സിലാക്കണം. ഓക്കെ. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ അവൾ എന്ത് ചെയ്യണം? അവൾ സന്യാസം സ്വീകരിച്ച പുരുഷനെ പോലെ മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്
ശരീരം ക്ഷീണിച്ചു കൊള്ളട്ടെ. അങ്ങനെ പുഷ്പങ്ങളും ഫലമൂലാദികളും ഭക്ഷിച്ചുകൊണ്ട് ആർഭാടപൂർണമല്ലാത്ത ജീവിതം നയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കുന്ന പുരുഷനെ പോലെ അവൾ വീട്ടിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. അല്ലാണ്ട് അവളെ ഭർത്താവിന്റെ ചിതയിലിട്ട് കൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് കാമം തു ക്ഷപയേത് ദേഹം, ശരീരത്തെ ക്ഷീണിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പ മൂലഫലൈ ശുഭൈഹി, പുഷ്പങ്ങളും ഫലമൂലങ്ങളും കഴിച്ചിട്ട് എന്നർത്ഥം. അപ്രകാരം കഴിയാനാണ്, അതാണ് അതിലെ 5-ാം അധ്യായത്തിൽ 157-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്താണ്? മനുസ്മൃതിയിലെ 5-ാം അധ്യായവും 10-ാം അധ്യായവും അന്ന് അദ്ദേഹം പലതവണ പറയുകയുണ്ടായി. ഇതിൽ 5-ൽ പറയുന്നതാണ് ഇത്. അല്ലാതെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരിക്കലും ജീവനോടെ കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. 2-ാമതും പറയാണ്, പിന്നീടും പറയാണ്, ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ട് മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നാലും അവൾക്ക് ചേരാത്ത പുരുഷനെ കൊടുക്കരുത്. ഒരു പെൺകുട്ടിയെയും അവൾക്ക് ചേർച്ചയില്ലാത്ത പുരുഷന് കൊടുക്കാൻ പാടില്ല. അവൾ മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിന്നുകൊള്ളട്ടെ എന്നാണ്. അല്ലാതെ എന്തല്ല 6 വയസ്സാകുമ്പോഴേക്കും തോന്നിയ ആൾക്ക് 80-കാരനും 90-കാരനും പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ വർത്തമാനം മുഴുവൻ കേട്ട ആളാണ് ഞാൻ. കേട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഒരക്ഷരം പോലും എടുക്കാനില്ല എന്ന സത്യം പറഞ്ഞുകൊണ്ട്, കാരണം എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്, എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോന്നിനുമുള്ള മറുപടി ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായി നമുക്ക് ഇവിടെ ആ ഭാഗം കേട്ട് കാണുമല്ലോ. ഈ ലാസ്റ്റ് വീഡിയോ ആണത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം സതിയെക്കുറിച്ച്, ഒരു സ്ത്രീ ഋതുമതിയായി കഴിഞ്ഞാൽ ഏത് സമയം വരെ എപ്പം വരെയൊക്കെയാണ്. ഇങ്ങനെ വല്ലതും നടന്നതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹം പറയുന്ന രീതിയിലാണ് ഇവിടെ ഈ സംസ്കൃത ശ്ലോകത്തിൽ മനുസ്മൃതിയിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംസ്കൃത പണ്ഡിതൻ പോലും പറയാത്ത കാര്യം, അതായത് ഒരു ബ്രാഹ്മണൻ പോലും അംഗീകരിക്കാത്ത കാര്യമാണ് ഇദ്ദേഹം നിന്ന് വിളിച്ചു പോകുന്നത്. ഇദ്ദേഹത്തിന് ഒരു ഉളുമ്പുമില്ല, ഒരു നാണവുമില്ല, മാന്യതയുമില്ല എന്ന് ഇദ്ദേഹം തന്നെ അങ്ങ് തെളിയിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അറിയത്തില്ല ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന്. കാരണം അദ്ദേഹം കുറച്ച് കാര്യം അതിനു മുമ്പേ പറഞ്ഞായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് ശ്രദ്ധിക്കണം, ഏതൊക്കെ ഇതിനെയൊക്കെ കൂട്ടി ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം കുറേ വീരവാദ ഇത് വീഡിയോ ഇറക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇദ്ദേഹം പറയുന്ന ഒരു ഭാഗങ്ങളും ഞങ്ങളാരും കണ്ടില്ല. ഇത് ഏത് പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തതാണെന്ന് പോലും ഇദ്ദേഹം പറയുന്നില്ല. ഇദ്ദേഹം മനുസ്മൃതിക്ക് അകത്ത് തന്നെ നിന്ന് ആ മനുസ്മൃതിയുടെ ചീഞ്ഞ വശങ്ങളെ നല്ലതാക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നതല്ലാതെ അദ്ദേഹം മനുസ്മൃതിയിൽ ഇന്ന ഭാഗങ്ങളാണെന്നൊന്നും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അവസാനം എങ്ങാണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇന്ന അധ്യായത്തിൽ നിന്നാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് ഞങ്ങൾ ഇത് കേട്ടിട്ടുള്ളത്, ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലായതും അങ്ങനെയല്ല എൻ്റെ സുഹൃത്തെ. നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്തത് ഏത് രീതിയിലാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ MBBS ഡോക്ടറാണെങ്കിൽ ഓക്കെ, ഞങ്ങളത് അംഗീകരിക്കാൻ, നിങ്ങളൊരു രോഗിയെ ചികിത്സിക്കാൻ നിങ്ങൾ പ്രാപ്തനാണ്. പക്ഷേ നിങ്ങളൊരു PhD ഒരു വിഷയത്തിൽ PhD എടുത്തു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള ഡോക്ടറാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ആധികാരികത ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ആധികാരികമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കാം. നിങ്ങൾക്ക് ആധികാരികത ഒട്ടുമേ ഇല്ല. അപ്പോൾ സതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അധ്യാപകനാണെന്നൊക്കെ പറയുന്നത്, അധ്യാപകനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം നമുക്കറിയാം PhD ആണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ PhD ആണ്. അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളുകളിലും കോളേജിലും പഠിപ്പിച്ചാൽ ഓക്കെ, അപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കൾ PhD ആണ്. അത് ഏത് വിഷയത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറയാം, താങ്കൾ പഠിപ്പിച്ചതും പഠിച്ചതും അത് വെറും തെറ്റായ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഇവിടുത്തെ സതി നിരോധിച്ചതും ഇനിയിപ്പം നിങ്ങളത് വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അത് തെറ്റായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പരിപാലിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നമുക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരാം. കാരണം അത് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ ഈ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നശിച്ചു പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി. ഇതിൻ്റെ 2, ആ മനുസ്മൃതിയിൽ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളെയാണ് ആ സ്ത്രീകളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിനോട് ഉള്ള ഒരു ധാരണ വേണം. ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു
ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളൊക്കെ പറയുന്നത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് 18 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ നമുക്ക് സ്ത്രീ എന്ന് പറയാം. യൗവന ആയ കൗമാരക്കാരി എന്നോ സ്ത്രീ എന്നോ ഒക്കെ പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഈ 18 വയസ്സിന് മുകളിലോട്ട്. ബാക്കിയുള്ളതെല്ലാം കുട്ടികളാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 16 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെയാണ് ഇവർ ഈ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നു 90 വയസ്സുള്ള കുട്ടികളെ 90 വയസ്സുള്ള ബ്രാഹ്മണ സുഹൃത്തുക്കൾ ഈ കുട്ടികളെ വിവാഹം കഴിക്കത്തില്ല. എൻ്റെ സുഹൃത്തെ, ഇവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നേ അങ്ങനെ അനാഥരായിട്ടൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണൻ മരിച്ചു പോയി കഴിയുമ്പം അവരുടെ കൂടെ തീയിൽ ചാടി ചാകണമെന്നല്ല പറയുന്നതെന്നാണ് ഇദ്ദേഹം ഈ മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ സുഹൃത്തെ, അത് ഞങ്ങളുടെ ചരിത്രം ഞങ്ങളെ അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത്. ആ ചരിത്രം പഠിപ്പിക്കുന്നത് പിന്നെ ഒരു ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ ചിതയിൽ തള്ളിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ വെച്ച് കെട്ടിവെച്ച് തീ കൊടുക്കുകയൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളതും. ആ ആ ആചാരങ്ങളുമൊക്കെ അനുഷ്ഠാനങ്ങളുമൊക്കെ ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രീതിയിലാണ്. അപ്പം നിങ്ങൾ വേണ്ടാതീനമൊന്നും വിളിച്ച് പറയാതെ, ഞങ്ങളൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം അറിവൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ രാജ്യത്ത്. നിങ്ങൾ മാത്രമല്ല PhD എടുത്തിട്ടുള്ളത്, ഞങ്ങളുടെയൊക്കെ ആൾക്കാരും ഒക്കെ PhD എടുത്തതും അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നതും പറയുന്നതും ഒക്കെ ഞങ്ങൾക്കും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ചരിത്രം അതൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും ചരിത്രം ഇവിടെ പറഞ്ഞു കാണിച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രകാരൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്കൊന്ന് പറയാം. നിങ്ങൾ മനുസ്മൃതിയിൽ അങ്ങനെ പറഞ്ഞാണെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ബ്രാഹ്മണ സമൂഹമോ അല്ലെങ്കിൽ ബ്രാഹ്മണ്യമോ അതിനെ ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് യഥാർത്ഥ സത്യം. അപ്പം ഈ അങ്ങനെയുള്ള ക്രിമിനലുകളെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസാണ് സുഹൃത്തെ. ഇങ്ങനെ അത് അങ്ങനെ അത് പറയുകയും നിങ്ങൾ മറ്റൊരു രീതിയിൽ ചാതുർവർണ്ണി അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പം അങ്ങനത്തെ ക്രിമിനലുകളെ ഞങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ മറുപടിയൊക്കെ ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ അത് അങ്ങനെയുള്ള മറുപടിയൊക്കെ പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ ഇങ്ങനത്തെയുള്ള വിഷയങ്ങളിലൊക്കെ സംസാരിക്കാൻ. നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ അറിവിൽ വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് വേറൊരു പുസ്തകങ്ങളൊന്നും കോട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ അറിവിൽ വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലരിൽ നിന്നും ഞാൻ ഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ ആ രീതിയിലാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ 60 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു ഒരാൾ 16 വയസ്സുകാരെ ഒന്നും കല്യാണം കഴിക്കത്തില്ല. 16 വയസ്സല്ല 8 വയസ്സുകാരിയത്തോട്ട് ഇവിടെ കല്യാണം കഴിച്ച ചരിത്രങ്ങൾ ഇവിടെ കിടക്കുക സുഹൃത്തെ പുറകിൽ. 8 വയസ്സ് തൊട്ട്, അതായത് ആ കുഞ്ഞ് നടക്കാൻ നോക്കിയിരിക്കുമ്പോൾ തൊട്ട് ചരിത്രം നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുക. ആ ചരിത്രം എഴുതി വെച്ചേക്കുക. അത് തെറ്റാണെന്ന് നിങ്ങളെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾ പറഞ്ഞു തരണം. ഗാന്ധി കാര്യം കല്യാണം കഴിച്ചതിൻ്റെ അത് ഗാന്ധിയുടെ കാര്യം. ഗാന്ധിയൊക്കെ ഏത് വർഷമാണ് കല്യാണം കഴിച്ചത്? അതിനൊക്കെ പുറകിലോട്ടൊക്കെ നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ചരിത്രങ്ങളും ഇവിടെ കിടപ്പുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഗാന്ധിയൊക്കെ ഒരു 19-ാം നൂറ്റാണ്ടിലെ അവസാന ഭാഗങ്ങളിലൊക്കെയാണ് ഗാന്ധിയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ മധ്യഭാഗങ്ങളിലാണ് ഗാന്ധിയൊക്കെ വരുന്നത്. നിങ്ങൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വിവാഹത്തിന് 19-ാം നൂറ്റാണ്ട് തുടക്കത്തിലൊക്കെയാണ് ഗാന്ധിയൊക്കെ വരുന്നത്, മധ്യഭാഗത്തൊക്കെ. പക്ഷേ 18-ാം നൂറ്റാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ബഹുലമായ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മിഷണറിമാർ എഴുതിയൊക്കെ ചരിത്രപരമായിട്ട് ഇവിടുത്തെ മറ്റുള്ള ഹിന്ദുക്കൾക്കൊന്നും, അതായത് ഹിന്ദുക്കളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണന്, അതായത് വൈശ്യന് മേളിലോട്ടുള്ള ശൂദ്രന് മേളിലോട്ടുള്ള ചാതുർവർണ്ണയത്തിലുള്ള ഒറ്റ ഒരുത്തിന് ഈ എഴുതാൻ പോലും അന്നും അറിയത്തില്ല. ഈ 4-3-7 ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും പോണോവാലും ചുറ്റി കൊടുത്ത് നടന്ന് സംസാരിക്കുകയല്ലാതെ നിങ്ങളെക്കൊണ്ട് യാതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു ചരിത്രവും ഇവിടെ രചിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ചരിത്രം രചിക്കാനും അറിയാത്ത കൂട്ടങ്ങളാണ്. കാരണം ഇവിടെ മനുസ്മൃതിയെ ആസ്പദമാക്കിയാണ് നിങ്ങളെയൊക്കെ ചരിത്രങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എഴുതണമെന്ന് വരികയിൽ 19-ാം നൂറ്റാണ്ട് ശേഷം, അതായത് 20-ാം നൂറ്റാണ്ടിലോട്ടൊക്കെ വരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതണം. കാരണം ഇവിടുത്തെ ബ്രിട്ടീഷുകാരൻ വന്ന് നിങ്ങളെ 4 അക്ഷരം പഠിപ്പിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് ചരിത്രം എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കരുത് സുഹൃത്തെ. അതുകൊണ്ട് അനിൽക്കുടിത്തോട്ടം അദ്ദേഹം ഏത് രീതിയിലാണെന്ന് അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഒക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന ഞങ്ങളെ പോണക്കുള്ള ചെറിയ ചെറിയ സമൂഹങ്ങൾക്കും അതറിയാം ഏത് രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം ഇതിനൊക്കെ അനിൽക്കുടിത്തോട്ടം മറുപടി തരാൻ
അദ്ദേഹത്തിന് നേരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോണക്കുള്ളവർ നിങ്ങൾക്ക് ഒരു ചെറിയ മറുപടിയെങ്കിലും ഇങ്ങനെ തന്നില്ല എങ്കിൽ ഞങ്ങൾക്കത് ദോഷമായിട്ട് വരും. ഇത് മൊത്തം നമ്മളെ അനിൽക്കുഴിത്തോട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുകളിലോട്ട് ഇത് അടിച്ചേൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയൊരു ഭാരമായിപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഭാരങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി വിടുക. ഞങ്ങളെപ്പോണക്കുള്ളവരിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു മറുപടി അങ്ങ് തരികയാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ സുഹൃത്ത് അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുക. നിങ്ങൾക്ക് ഈ ചരിത്രം കൂടി നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വേണം പറയാൻ. നിങ്ങൾ മനുസ്മൃതി മാത്രം സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കില്ല. നിങ്ങൾ ഈ ചരിത്രം ഇങ്ങനെ നിലനിൽക്കെ മനുസ്മൃതി അങ്ങനെ ആയിരുന്നു എന്നും കൂടെ ഞങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് മനസ്സിലാകും, നിങ്ങൾക്കും അത് മനസ്സിലാകും, നിങ്ങളെ ശ്രവിക്കുന്ന ആൾക്കാർക്കും അത് മനസ്സിലാകും. പക്ഷേ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ മനുസ്മൃതിയിൽ നിന്ന് മാത്രം പറയുകയും അത് ചരിത്രപരമായിട്ട് അല്ലാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ അനിൽക്കുഴിത്തോട്ടം ചരിത്രപരമായിട്ട് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അത് അങ്ങനെ തന്നെയാണെന്ന് മനുസ്മൃതിയിൽ നിന്ന് തെളിയിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് കൂടെ നിങ്ങൾ പറയുക. അപ്പം എൻ്റെ സുഹൃത്തിന് ഞാൻ ഈ എന്നെക്കാളും പ്രായമൊക്കെ ഉണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ ചെറിയൊരു മറുപടി അങ്ങ് സമർപ്പിക്കുകയാണ്. അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദിയുണ്ട്. എൻ്റെ ഈ ചാനൽ കാണാത്തവരും അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം കാണാം. നന്ദി.